ഹായ്, അപ്പോൾ നമ്മുടെ ജാഗോ 2025-ന്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ആണ് ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത്. നമ്മുടെ പ്രോഗ്രാം കോർഡിനേറ്റർ ആയ ചാൾസ് ചേട്ടനാണ്. ചേട്ടൻ ഇപ്പോൾ ഇന്റർനാഷണൽ ടീമിൻ്റെ അസിസ്റ്റന്റ് കോർഡിനേറ്ററും കഴിഞ്ഞ കാലങ്ങളിൽ നാഷണൽ ടീമിൻ്റെ കോർഡിനേറ്ററും ആയിരുന്നു. ഹായ് ചേട്ടാ, വെൽക്കം. ചേട്ടാ, ഈ ഒരു പ്രോഗ്രാം നമ്മുടെ ഇത്രയും വലിയൊരു അബൌട്ട് 10,000+ യൂത്ത് ഉള്ള ഈ ഒരു പ്രോഗ്രാം, അതിൻ്റെ ഒരു പ്രോഗ്രാം കോർഡിനേറ്റർ ആയി ചേട്ടനെ വിളിച്ചപ്പോൾ എന്താണ് ചേട്ടന് ഫീൽ ചെയ്തത്? ബേസിക്കലി അത്രയും ഒരു പ്രോഗ്രാമിൻ്റെ കോർഡിനേറ്റർ കളിച്ചും ഞാൻ ചിന്തിച്ചൊരു കാര്യം, ഇത് എങ്ങനെ നടക്കുമെന്നുള്ള കാര്യത്തില്ല. അപ്പം ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചൊരു കാര്യം, ഓക്കെ ഇതെങ്ങനെ നടത്തിയെടുക്കും, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു എൻഡ് റിസൾട്ട്, അതിനെക്കുറിച്ച് കാര്യമായിട്ട് ചിന്തില്ല. നമുക്ക് പോകുന്നതനുസരിച്ച് പ്രോഗ്രസ് ചെയ്യാം, അങ്ങനത്തെ ഒരു ചിന്തയായിരുന്നു. അപ്പം അത് ഒരു വൺ വേ നമ്മൾ ഒത്തിരി ടെൻഷൻ അടിക്കാണ്ട് അല്ലെങ്കിൽ കൂടുതൽ കൺഫ്യൂഷൻ ആകാണ്ട് ഒന്ന് പ്രോഗ്രസ് ചെയ്യാനായിട്ടുള്ളൊരു ഇതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സമയത്തൊരു മനസ്സിലൊരു സമാധാനത്തിൻ്റെ ഒരു ഫീലിങ്ങോടുകൂടി തുടങ്ങി. പിന്നെ നമ്മൾ കൂടുതൽ ഇത് സക്സസ്ഫുൾ ആവുമോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളുണ്ടോ അങ്ങനെയൊന്നും ചിന്തിച്ചില്ല. ഇതിനേക്കാളുപരി അങ്ങ് തുടങ്ങാം എന്നുള്ളൊരു ആ ഒരു സമാധാനത്തിൽ തുടങ്ങുകയാണ്. അപ്പോൾ അതുകൊണ്ട് ആ പീസായിരുന്നു. പിന്നെ അതിൻ്റെ ഫെയിലിയറിനെ കുറിച്ചൊന്നും ചിന്തിച്ചില്ല. നമ്മൾ ഒരു പ്രത്യാശയോടുകൂടി അങ്ങ് സ്റ്റാർട്ട് ചെയ്യുകയായിരുന്നു ചെയ്തത്. ഓക്കെ, ആ ഒരു സ്റ്റാർട്ടിങ് യെസ്, കർത്താവ് വിളിച്ചു അപ്പോൾ ചെയ്യാമെന്നുള്ള ആ ഒരു യെസ് ഇതൊരു ഇൻസ്പിറേഷൻ തന്നെയാണ്, ഇത്ര ഒരു വലിയ കാര്യം ആ ഒരു യെസ് പറഞ്ഞത്. ഓക്കെ ചേട്ടാ, നമ്മുടെ പല സ്റ്റേറ്റിൽ നിന്നുള്ള ആൾക്കാരാണല്ലോ വരുന്നത്. അപ്പോൾ ചേട്ടൻ എങ്ങനെയാണ് ഈ ഒരു പ്രോഗ്രാം ഡിസൈൻ ചെയ്യുന്നത്? അതായത് പല സ്റ്റേറ്റ്, പല ആൾക്കാർ, പല ലാംഗ്വേജ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ പ്രോഗ്രാം നമ്മൾ ഡിസൈൻ ചെയ്യാം? നമ്മൾ ബേസിക്കലി ഈ ഒരു ജാഗോ എന്ന് പറയുന്ന പ്രോഗ്രാം ഈ വർഷവും നടന്നിട്ടുണ്ട്. അതിന് മുമ്പ് 2023 നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലും കോർഡിനേറ്റ് ചെയ്ത് ഞാനാണ്. അപ്പം അന്ന് ഒരു പാൻഡമിക്കിന് ശേഷമുള്ള സമയത്തായിരുന്നു. അപ്പം നമ്മൾ അന്ന് എല്ലാവരെയും ഒന്ന് ഒരുമിച്ച് കൂട്ടാണ്ട് ചിന്തിച്ചപ്പം വന്ന ഒരു ആദ്യത്തെ ചിന്ത, ഇതുവരെ ആരും കാണാത്ത രീതിയിലുള്ളൊരു അപ്രോച്ച് ആയിരിക്കണം എന്നൊരു ചിന്തയാണ്. അപ്പോൾ അതിൽ നിന്നാണ് ആക്ച്വലി ഇതെല്ലാം ഇവോൾവ് ചെയ്തത്. പിന്നീട് നമ്മൾ ഒരു ഇതുള്ളതെന്ന് വെച്ചാൽ, ഇത് ഞാനൊരു പ്രോഗ്രാം കോർഡിനേറ്ററായിട്ട് ഒരു കോറായിട്ടുള്ളൊരു ടീമുണ്ട്. പക്ഷെ അതിനേക്കാളുപരി ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ എന്ന് പറഞ്ഞത്, ഈ പ്രോഗ്രാമിൻ്റെ കാര്യത്തിന് തന്നെ വർക്ക് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇൻവോൾവ് ആകാനായിട്ട് ആ റെസ്പോൺസിബിൾ ഏകദേശം ഒരു 200 പേരോളുണ്ട്. അവർ പല രീതിയിൽ ഇൻവോൾവ് ആണ്. അപ്പോൾ അവരുടെ എല്ലാവരുടെയും ഐഡിയാസ് ഇതിനകത്തുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്തൊരു വിഷൻ സെറ്റ് ചെയ്യായിരുന്നു. ഇതുവരെ ചെയ്യാത്ത അപ്രോച്ചിലുള്ള ഒരു പ്രോഗ്രാം ആയിരിക്കണം, യൂത്തിന് ഭയങ്കരമായിട്ട് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്നില്ല. അപ്പോൾ അതിൽ നിന്ന് പിന്നെ 200 പേര് ഇൻവോൾവ് ആകുമ്പോൾ, ഏകദേശം 200 പേര് ഇൻവോൾവ് ആകുമ്പം അവരുടെ എല്ലാ ഐഡിയാസിനും ഒരു റോളുണ്ടായിരുന്നു. അല്ലെങ്കിൽ നോക്കിയാൽ ചിലപ്പം അവരൊരു പ്രധാനപ്പെട്ട റെസ്പോൺസിബിലിറ്റി എല്ലാവരും ഹോൾഡ് ചെയ്തത്. പക്ഷേ അവർ കൊണ്ടുവരുന്ന ഐഡിയ ആയിരിക്കും ചിലപ്പം പ്രോഗ്രാമിൽ ചിലപ്പോൾ ഒരു ക്രിയേറ്റീവ് എലമെൻ്റ് ആയിട്ട് മാറുന്നത്. അങ്ങനെ 200 പേരുടെ കോൺട്രിബ്യൂഷൻസ് വരികയും പ്ലാനിങ് വരികയും ഒക്കെ ചെയ്തപ്പോൾ ഇവോൾവ് ചെയ്ത് വന്നൊരു പ്രോഗ്രാമാണിത്. അപ്പം അതെല്ലാം കൂടെ ആഡ് ചെയ്ത് വെക്കുമ്പം ഇത് വളരെ ഒരു ക്രിയേറ്റീവായിട്ടുള്ള, വളരെ വലുതായിട്ടുള്ള, പല സ്റ്റേജസിൽ, പല ലാംഗ്വേജസിൽ, പല ആസ്പെക്ട്സിൽ നടക്കുന്നൊരു പ്രോഗ്രാമായിട്ട് മാറുമായിരുന്നു. അപ്പോൾ നമ്മൾ ആസ് എ പ്രോഗ്രാം കോർഡിനേറ്റർ ഒരു കോർ ടീമായിട്ട് നമ്മൾ ചെയ്തത് ബേസിക്കലി ഒരു വിഷൻ സെറ്റ് ചെയ്ത്, പിന്നെ ഒത്തിരി യങ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഇൻട്രസ്റ്റ് ചെയ്യായിരുന്നു. അവരുടെ കോൺട്രിബ്യൂഷൻ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുകയും അതെല്ലാം കൂടെ ഒരുമിച്ച് ചേർത്തപ്പം ഇങ്ങനൊരു വലിയ പ്രോഗ്രാമായിട്ട് മാറുകയായിരുന്നു ചെയ്തത്. ഓക്കെ, അതിനോട് ചേർന്നേ ഞാൻ അപ്പോൾ നമ്മൾ ഈ ഒരു വെന്യൂയിലൂടെ പോവുകയാണെങ്കിൽ അവിടെ എല്ലാ സ്ഥലത്തും എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും. ഇപ്പോൾ സാധാ ഒരു പ്രോഗ്രാം പോലെ മെയിൻ സ്റ്റേജിലോ അല്ലെങ്കിൽ സെഷൻസ് നടക്കുന്ന സെപ്പറേറ്റ് ഹാളിലോ, അതിനപ്പുറത്തേക്ക് എവിടെ നടന്നാലും എല്ലാ ഒരു സ്ഥലത്തും എന്തെങ്കിലും ഒരു പ്രോഗ്രാം റിലേറ്റഡ് എന്തെങ്കിലും കാര്യം ഉണ്ടാവും. അതിൻ്റെ പുറകിലുള്ള റീസൺ എന്തായാലും നമുക്ക് മെയിൻ കാര്യങ്ങളല്ലാതെ എല്ലാ സ്ഥലത്തും എന്തെങ്കിലും ഇൻവോൾവ് ചെയ്യുന്ന കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ചിന്തിച്ചതായിരുന്നു ആ ഒരു എവിടെ പ്രോഗ്രാം, ആ ഒരു എൻ്റയർ ക്യാമ്പസിൽ ആൾക്കാർക്ക് ദൈവത്തെ അനുഭവിക്കാൻ പറ്റണം, ആ ദൈവത്തെ കണ്ടുമുട്ടൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകണം. അത് ചിലപ്പം സ്റ്റേജിൽ തന്നെ ഉണ്ടാകണം നിർബന്ധമില്ല. അപ്പോൾ ആ ഒരു വിഷൻ നമ്മൾ തുടക്കത്തിൽ നമ്മൾ സെറ്റ് ചെയ്തു. അല്ലെങ്കിൽ ഞാൻ വേറൊരു ആംഗിളിൽ കൂടെ പറയുമ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു ഇൻസ്പിറേഷനായിരുന്നു കിട്ടിയത് പ്രോഗ്രാമിനെ കുറിച്ച് ചിന്തിച്ചപ്പോഴും ആഗ്രഹിച്ചപ്പോഴും എല്ലാം. അപ്പോൾ അത് വളരെ ഒരു ദൈവത്തിൻ്റെ ഒരു വലിയൊരു ഇടപെടലായിട്ടേ കാണുള്ളൂ. ഞാൻ ഇന്നിപ്പോൾ റിക്കളക്ട് ചെയ്യുന്നുണ്ട്, ഈ ഒരു ജാഗയെക്കുറിച്ച് ചിന്തിച്ചപ്പോഴത്തേക്കും എവിടുന്ന് ഒരു വ്യക്തി, ഒരു സീനിയറായിട്ട് കരിസ്മാറ്റിക് റിന്യൂവലിലും പ്രാർത്ഥനാ ജീവിതത്തിലൊക്കെ ഉള്ളൊരു വ്യക്തിയുടെ ഒരു മെസ്സേജ് നമുക്ക് കിട്ടിയതാണ്, യുവജനങ്ങളുടെ ഇടയിൽ എന്തോ വലിയൊരു കാര്യം നടക്കാൻ പോകുന്നു എന്നുള്ളത്. അതൊരു വലിയൊരു പ്രവചനപരമായ ഒരു മെസ്സേജായിരുന്നു. അത് നമ്മൾ ശരിക്കും വിറ്റ്നസ് ചെയ്യുമായിരുന്നു. 2023 ഈ വർഷവും അത് തന്നെയാണ് ഞങ്ങൾ വിറ്റ്നസ് ചെയ്തിട്ടുള്ളത്. അപ്പം ആ ഒരു എവിടെയാണെങ്കിലും, ആ മൊത്തം പ്രോഗ്രാമിൻ്റെ എവിടെയാണെങ്കിലും ദൈവത്തെ അനുഭവിക്കാനായിട്ട് അവർക്ക് പറ്റണം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അങ്ങനത്തെ ഒരു രീതിയിൽ ചെയ്യാനായിട്ട് ശ്രമിച്ചതും. എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ അവർക്ക് അല്ലെങ്കിൽ എവിടെ ചെന്നാലും ദൈവത്തെ അനുഭവിക്കാനായിട്ട് പറ്റുന്ന ഒരു എലമെൻറ്റ് പ്രോഗ്രാമിന് ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചതുമല്ല. അപ്പോൾ ചേട്ടൻ പറഞ്ഞ വേർഡ്സ് ഇൻസ്പയറിംഗും ആയിരുന്നു. പിന്നെ ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം, ഇനിയും ഇങ്ങനത്തെ പ്രോഗ്രാമുകൾ ഇപ്പോൾ 27 വരാൻ പോകുന്നു പറഞ്ഞു. ഞങ്ങൾ ഇതും അടിപൊളിയായിരുന്നു. ഈ കർത്താവ് ഇനിയും അടിപൊളിയായിട്ട് കൊണ്ടുപോയിട്ട് ഒത്തിരി യുവജനങ്ങൾ ഈശോയിലേക്ക് എടുക്കട്ടെ. അപ്പോൾ താങ്ക് യു സോ മച്ച് ചേട്ടാ. താങ്ക് യു.